അവൾ ആ അനാഥ സ്ത്രീയെ കൊണ്ട് എന്നെ തല്ലിച്ചത്. പോട്ടെ, എന്നെ തല്ലിയതിനേക്കാളും എനിക്ക് വിഷമം തോന്നിയതേ അതറിഞ്ഞിട്ടും എന്റെ മകൻ ഒരു പ്രതികരണവും ഇല്ലാതെ മരക്കൊറ്റി നാട്ടിയത് പോലെ നിന്നത് കണ്ടിട്ടാ. സന്ദീപിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്തേനെ. ഓടിച്ചവരുടെ കൊരണം പോച്ചേനെ. സ്വന്തം അമ്മയെ തല്ലി ആ സ്ത്രീയെ ആ നിമിഷം കൊന്നു കളഞ്ഞേനെ. ശ്രീലാമ്മ പറഞ്ഞതുപോലെ സ്വന്തം മോനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും ദേവൂട്ടിയെ ന്യായീകരിക്കാനാവും സന്ദീപ് ശ്രമിക്കുന്നത്. നോക്കണ്ട, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ കുടുംബത്തിന്റെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീയാ ഇവിടുത്തെ കുടുംബനാഥയെ പരസ്യമായിട്ട് തല്ലിയത്. എന്നിട്ട് സ്വന്തം മോനൊന്ന് റിയാക്ട് ചെയ്തോ? ദേവൂട്ടിയുടെ വാലി തൂങ്ങി നടക്കുന്നവരായതുകൊണ്ടാവും അമ്മയെ തല്ലിട്ടും മിണ്ടാപ്പാവയെ പോലെ നിന്നത്. ഈ കാര്യത്തിൽ സന്ദീപിനൊന്നും ചെയ്യാനില്ലെങ്കിൽ ശ്രീലാമ തന്നെ ഒരു ഡിസിഷൻ എടുക്കും. ശ്രീലാമയെ തല്ലി അവരെയും അതിന് കാരണക്കാരിയായ ദേവൂട്ടിയും ഇവിടെ നിന്ന് ഇറക്കി വിടണം. അത്രേ ഉള്ളൂ അതിനൊരു സൊല്യൂഷൻ. വർഷ, എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ നോക്കുകയല്ല വേണ്ടത്. അമ്മ എന്തിനാ വർഷയെ കുറ്റപ്പെടുത്തുന്നേ? വർഷ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. എന്നെ തല്ലിയത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുകയില്ല. അംബികയോട് അവരുടെ പ്രവൃത്തി തെറ്റാണെന്ന് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീകലെ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് നീ ആ കുട്ടിയെ എത്രത്തോളം അപമാനിച്ചു? അതിനെന്താ കുഴപ്പം? അന്യ പുരുഷനെ വിളിച്ച് വീട്ടിൽ കയറ്റിയ ഞാൻ പിന്നെ അവളെ സ്തുതിക്കണോ? വർഷ പറഞ്ഞതുപോലെ ഈ രാത്രിയിൽ ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് എല്ലാവരും ഉറങ്ങിയാ മതി. മുത്തശ്ശി, ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. അമ്മേ. സന്ദീപ്, എന്താ നിന്റെ ഉദ്ദേശം? അവരെ ഇനി ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാനാണോ? എങ്കിൽ അത് നടക്കില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ സ്ത്രീ എന്നെ തല്ലിയത്, അതിനുള്ള അധികാരവും അവകാശവും അവർക്ക് ആര് നൽകിയെന്ന് എനിക്കറിയണം. അസമയത്ത് ഒരു അപരിചിതനെ വീട്ടിൽ വിളിച്ച് കയറ്റിയത് ചോദ്യം ചെയ്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതിനാണോ ആ സ്ത്രീ പരസ്യമായി എന്റെ മുഖത്തടിച്ചത്? അത് ഗഗൻ തന്നെയായിരുന്നെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നോ? ആ, അതെ, എനിക്ക് ഉറപ്പാ. നീ ഓടിക്കുന്നതിനിടയിൽ ഞാൻ അയാളുടെ മുഖം കണ്ടതാ. അത് ഗഗൻ തന്നെയാ. അപ്പോ ദേവൂട്ടി അയാളെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയെന്നാണോ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത്? എന്താ, നിനക്കിനി അതിലെന്തെങ്കിലും സംശയമുണ്ടോ? എങ്കിലേ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഓടിപ്പോയത് ഗഗനാണെന്നും അയാളെ ദേവൂട്ടി വിളിച്ചിട്ട് വന്നതാണെന്നും എനിക്ക് ഉറപ്പാ. എന്താ നീ ആലോചിക്കുന്നേ? അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഈ രാത്രി തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു. കുറ്റം ചെയ്തത് ആരാണെങ്കിലും ഈ രാത്രി തന്നെ അവരെ ഇവിടെ ഇറക്കി വിടാമായിരുന്നു. ആ എടാ, അവനെ കിട്ടിയില്ലെങ്കിലും അവള് ചെയ്തത് തെറ്റ് തന്നെയല്ലേ? തെളിവ് സഹിതം എല്ലാം നമുക്ക് ബോധ്യപ്പെട്ടതുമല്ലേ? ഈ തെളിവ് സഹിതം പറയാൻ പറ്റുമേ? ആ ഇറങ്ങി ഓടിയവനെ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് സത്യം പറയിക്കായിരുന്നു. ആര് പറഞ്ഞിട്ടാണ് വന്നതെന്ന്
നമുക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കാറുന്നല്ലോ. ഇനിയിപ്പോ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന്റെ ആവശ്യമൊന്നുമില്ല. സാഹചര്യം എന്താണെന്ന് ഏതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണല്ലോ. കുറ്റം ചെയ്തത് എല്ലാവർക്കും ബോധ്യമായ സ്ഥിതിക്ക് ആ ദേവൂട്ടിയെ അംബികയും ഇവിടുന്ന് ഒഴിവാക്കുക തന്നെ വേണം. ഇന്നൊരു രാത്രി അവരോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല. പക്ഷെ നേരം വെളുക്കുമ്പോ അവര് രണ്ടുപേരും ഔട്ട് ഹൗസിൽ ഉണ്ടാകാൻ പാടില്ല. എന്താ നീ ചിരിച്ചു കളഞ്ഞേ? ഒരു തെളിവും കിട്ടിയില്ലെന്ന് പറഞ്ഞുകൂടാ അമ്മേ.